കണ്ടത്തിൽ വീണതേ കണ്ടോ. ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ കിടന്നു. എന്നിട്ട് ഞാൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതിന്റെ കലക്കമാണ് ഇവിടെ കാണുന്നത്. ഫ്രോഗ് എടുക്കണം കണ്ടോ, അതിലടിച്ചാലും ഞാൻ കാണിച്ചു തരാം. ഹലോ ഗൈസ്, വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. ഗൈസ്, ഇന്ന് നമ്മൾ വരാല് പിടിക്കാനാണ് വന്നിട്ടുള്ളത്. ഗൈസ്, അവിടെ ഒരു സ്പോട്ട് കാണുന്നുണ്ട് കേട്ടോ. അവിടെ കുറച്ച് ആക്ടിവിറ്റി ഒക്കെ കാണുന്നുണ്ട്. എന്തായാലും നമ്മൾക്ക് അവിടെ പോയിട്ട് ഒരു 2 കാസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് പോകണത് കേട്ടോ. അതുകൊണ്ട് എന്താ ഇവിടുത്തെ അവസ്ഥ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓ മൈ ഗോഷ്, ഇവിടെ ഒരു കുഞ്ഞ ചാലുണ്ട് കേട്ടോ. അവിടെ മീനുണ്ട്, എന്തോ പൊളയ്ക്കുന്ന പോലെ തോന്നി. എന്തോ പൊളിക്കുന്നുണ്ട്, കണ്ട ആ കുഞ്ഞു മീനാണ്. നമുക്ക് കുഞ്ഞതൊന്നും വേണ്ട, നമുക്ക് വലുത് മാത്രം മതി. അപ്പം നമ്മൾ ഇന്ന് സ്കൂബിയാണ്. ഇന്ന് മാത്രമല്ല, എപ്പോഴും നമ്മൾ സ്കൂബിയാണ്. കാരണം നമ്മുടെ കയ്യിൽ വേറെ ഫ്രോഗില്ലേ ഗൈസ്. അയ്യോ. അപ്പം നമ്മളിപ്പോൾ സമയം എന്ന് വെച്ചാൽ ഒരു 5:30 5:45 ആയിട്ടുണ്ട്. വരാലിൻ്റെ ആക്ടിവിറ്റി നല്ല രീതിക്കുണ്ട്. അവിടെ ഒരു 2 ചേട്ടന്മാർ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും കിട്ടിയെന്ന് നമ്മൾക്ക് കുറച്ചുണ്ട്. അതൊക്കെ കണ്ട ആക്ടിവിറ്റി ഉണ്ടോ. പടച്ചോനി മിന്നിച്ചേക്കണേ. അമ്മേ, ഫസ്റ്റിന് സ്ട്രൈക്ക് കിട്ടി ഗായ്സ്, ഫസ്റ്റിന് സ്ട്രൈക്ക് കിട്ടി. ഓ മൈ ഗോഷ്, ഇപ്പൊ തന്നെ സ്ട്രൈക്ക് കിട്ടി. നിക്ക് കേട്ടാ, നമ്മളിപ്പോൾ പിടിക്കും. ഇപ്പൊ ഒരു വരാല് പിടിക്കും നോക്കിയോ. ഓ മൈ ഗോഷ്, തോട് ഫുള്ള് മീന്. ആ ചേട്ടന് വരാലടിച്ച് നമുക്കിപ്പോൾ പിടിക്കണം. പടച്ചോനെ, എന്നെങ്കിലും ഒരു വരാല് കിട്ടണേ. അടിയിൽ കൂടെ മീന് പോണത് കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ചലഞ്ച് തരികയാണ്. ഇനി 10 കാസ്റ്റിൻ്റെ ഉള്ളിൽ ഞാനൊരു വരാല് പിടിച്ചിരിക്കും. ഓക്കെ, ഇത് കൂട്ടില്ല കേട്ടോ, ഇത് ട്രയലാണേ. ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏത് നേരത്തും അമ്മ അത് വേറെ ഏത് മീനാണ്. ഏത് നേരത്തും വരാലടിച്ചാൽ ഞാൻ ഹുക്കപ്പ് കൊടുക്കുക റെഡി ആയിട്ട്. ഞാൻ അത്രയ്ക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് വിട്ടാണ് ഞാനിപ്പോൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. Oh my gosh! അയ്യോ. Guys. നിക്കട്ടാ, എൻ്റെ ചൂണ്ട ശരിയായി പോയില്ല. Oh my gosh! ശരിടാ, ഞാൻ കിട്ടിയെന്ന് വിചാരിച്ച്. അമ്മച്ചി ഗൈസ്, സ്ട്രൈക്ക്. പഠിച്ചോനെ, പ്ലീസ് നെക്സ്റ്റ് ടൈം കിട്ടണേ പ്ലീസ്. അടിപൊളി സ്ട്രൈക്കായിരുന്നു. ആരോ വന്ന് ഇവിടെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. വരാലാണോന്നറിയില്ല. ഇവിടെ മൊത്തം പുല്ല. ഇവിടെ എന്തായാലും നടക്കില്ല. എന്നാലും ഒരു 2 കാസ്റ്റും കൂടി ഇവിടെ ചെയ്യാം. എൻ്റെ പൊന്നി, എന്തൊക്കെ നടക്കണേ റബ്ബേ. ഇന്നൊരു വരാല് കിട്ടണേ. Oh my gosh. Again. സ്ട്രൈക്കാണ് മിസ്സായി പോയത് കേട്ടോ.
അത് നല്ലൊരു 3 സ്ട്രൈക്ക്. എനിക്ക് കരച്ചിൽ വരുന്നു. ഗൈസ്, എനിക്ക് അറിഞ്ഞൂടെ ഇവനെ പിടിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന്. കാരണം മെമ്മറി ഫുള്ളായിന്ന് എഴുതി കാണിച്ചു. അതിപ്പോൾ അവൻ കണ്ടത്തിൽ വീണതിന് ശേഷമാണോ അല്ലയോ എന്നറിയില്ല. എന്തായാലും കുഞ്ഞൊരുത്തിനാണെങ്കിലും പൊക്കിയിട്ടുണ്ട്. ഗൈസ്, കാല് മൊത്തം ചളിയായിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മളെ കണ്ടെത്തുന്ന അവനെ പൊക്കിയെടുത്തിട്ടുണ്ട്. കുഞ്ഞു വരാലാണ് കേട്ടോ, എനിക്കതൊന്നും വിഷയമില്ല. പക്ഷെ അവൻ കുറച്ച് നേരെ പടയിന്. ഞാൻ അവനെ നല്ലപോലെ പോക്കി പിടിച്ചിട്ടുണ്ട്. ചാവോ എന്തോ. കണ്ട ഇനി നമുക്ക് ഇവനെ ബക്കറ്റിലിടാം. ഞാൻ ബക്കറ്റൊക്കെ എടുത്തിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. ഗൈസ്, നമ്മൾ ഇത്ര നേരം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴൊന്നും ഈ മെമ്മറി ഫുള്ളായില്ല. ഞാൻ ഒരുത്തനെ കരയ്ക്ക് വലിച്ച് കയറ്റി അവൻ കണ്ടത്തിൽ വീണതേ കണ്ടോ. ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ കിടന്നു. എന്നിട്ട് ഞാൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതിൻ്റെ കലക്കമാണ് ഇവിടെ കാണുന്നത്. സോറി ഗൈസ്, ഞാൻ ആ വീഡിയോ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല, മെമ്മറി ഫുള്ളായതുകൊണ്ട്. എല്ലാവർക്കും അവസ്ഥ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ 3-4 സ്ട്രൈക്ക് കിട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ മെമ്മറി ഫുള്ളായിട്ടുണ്ടോന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്തായാലും കുഞ്ഞു വരാലാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ദേവനെ സെഞ്ചിലൊക്കെ ആക്കിയിട്ടുണ്ട്, ബക്കറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് സെഞ്ചിലാക്കിയിട്ടുണ്ട്. കുഞ്ഞവരായാലും കുഴപ്പമില്ല ഗൈസ്. നമ്മൾക്ക് മീനടിച്ചു. 3-4 സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷമാണ് ഇവൻ അടിച്ചത്. എന്തായാലും ഫിഷിങ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. കണ്ടാ, ഇത് മീൻ പിടിച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് പോയതായിരുന്നു. ഇതാ അങ്ങനെ കിടക്കുന്നുണ്ട്. ശേടാ എന്താ ചെയ്യതാ. കണ്ടോ ഭാഗ്യം. എന്ത് കണ്ട, മീൻ അടിച്ചിട്ട് അത് മീൻ ഊരി പോയിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് ഞാൻ അവനെ അവിടെ നിന്ന് പിടിച്ചതാണ്. പക്ഷെ എന്ത് കഷ്ടം നോക്കണേ. എല്ലാ വീഡിയോ എടുക്കാൻ പറ്റി, ആ മീൻ അടിക്കുന്ന വീഡിയോ മാത്രം അപ്പോൾ സ്റ്റോറേജ് ഫുൾ ചെയ്ത്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾക്ക് കുറച്ചും കൂടി സമയം ട്രൈ ചെയ്യാം. കുറച്ചല്ല, ഇരുട്ടാവണ വരെ നമ്മൾ ട്രൈ ചെയ്യും. ഓ എൻ്റെ റബ്ബേ, അങ്ങനെ നമുക്ക് വരാലി കിട്ടിയടാ മക്കളെ. ഈ മെമ്മറി ഫുള്ളാണോ ഒരു ഭയങ്കര ഒരു പ്രശ്നമാണ്. അവിടെ ഒന്ന് പറയുന്നുണ്ട്. എന്തുട്ടാ ബാക്കിൽ വന്ന് പാമ്പോ. എന്തായാലും നമ്മൾക്ക് ട്രൈ ചെയ്യും. നമ്മളിനി ഇരുട്ടാവണ വരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഇത്ര നേരമായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. കാരണം നമ്മൾക്ക് 3-4 സ്ട്രൈക്ക് കഴിഞ്ഞല്ലോ മിസ്സായി പോയത്. അതിൻ്റെ ഒരു ഭയങ്കര സങ്കടത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരുത്തൻ കയറി വന്നത്. ഭാഗ്യത്തിന് ഹുക്കപ്പൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റി. പിന്നെ അപ്പുറത്തൊരു ചേട്ടന് ഫിഷിങ് ചെയ്യേണ്ടി പറഞ്ഞില്ലേ, ആൾക്കൊരു 3-4 വരാല് മിസ്സായി പോയി. ഐ മീൻ ഹുക്കപ്പായിട്ട് ഇവിടെ അടുത്ത് വന്നപ്പോൾ മിസ്സായി പോയി. അതും വലുത്. എന്തായാലും നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ആ ചേട്ടൻ്റെ എത്ര മീൻ കിട്ടിയെന്ന് പോയി നോക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ള സമയം മൊത്തം നമുക്ക് ഫിഷിങ് ചെയ്യാം. ഇനി ഒരു 2 കൂടി കിട്ടിയാൽ നമ്മൾ ചരിത്രം സൃഷ്ടിക്കും. കാരണം നമുക്ക് ഒരു ദിവസത്തിൽ 2 വരാലൊന്നും കിട്ടാറില്ല, അത് നിങ്ങൾക്കറിയാലോ. എന്നാലും നമ്മൾ മാക്സിമം. എനിക്ക് വയ്യ. കുഞ്ഞു വരാലാണെങ്കിലും കുഴപ്പമില്ല, നമ്മളുടെ കയ്യിൽ ഇപ്പോൾ കുറേ കുഞ്ഞു വരാലുണ്ട്. ഗൈസ്, നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ലാസ്റ്റ് കാസ്റ്റാണ്. നമ്മൾക്ക് കുറച്ച് അപ്പുറത്ത് പോകാം. കാരണം അവിടെ ഒരു ചേട്ടന് കുറേ വരാൽ പിടിച്ചിട്ടുണ്ട്. നമ്മൾക്ക് എന്തായാലും അവിടെ ഒന്നും കൂടി കാസ്റ്റ് ചെയ്യാം. നമ്മുടെ സഞ്ചി മീനൊക്കെ അവിടെ ഉണ്ട്. അവൻ പോവൊന്നൊന്നും അറിഞ്ഞൂടാ. ഇനി എല്ലാം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാട്ടോ. നോക്കി നടന്നില്ലെങ്കിൽ പാമ്പ്. എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഷൂ അടിക്കുന്നത്. ഗൈസ്, ഒരു 10-20 ദിവസം കൂടി കഴിഞ്ഞിട്ടേ നമുക്ക് മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. പതുക്കെ നോക്കിയിട്ട് നടന്നാൽ മതി. ആർക്കും ഒരു ധൃതിയും ഇല്ല. അമ്മേ, അയ്യോ, ബസ്സിൻ്റെ ഹോൺ അടിച്ചപ്പോൾ ഞാൻ പേടിച്ച്. എന്തോ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടാ. ഞാൻ ഫ്രോഗ് ഇട്ടുള്ളൂ, അപ്പോഴേക്കും സ്ട്രൈക്ക് കിട്ടി. സോറി, നിങ്ങളുടെ വീഡിയോ ക്ലാരിറ്റി ഭയങ്കര കുറവായിരിക്കും, അതൊക്കെ ക്ഷമിക്കണം. ഗൈസ്, ഇന്നലെ നമ്മൾ വൈകുന്നേരം വന്നിട്ട് നമുക്കൊരു വരാല് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞതാണെന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ നേരത്തെ ഞാൻ വന്നിട്ടുണ്ട്. ഗൈസ്, ഇന്ന് വല്ലതും കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അമ്മച്ചി, പടച്ചന്നെ പാമ്പാണോ? ചേടാ, എന്തൊരു സാധനം. പഴോ, ഞാൻ പേടിച്ചു ശരിക്കും. പാമ്പാണെന്ന് വിചാരിച്ചു പെട്ടെന്ന് കണ്ടപ്പോ.
ദേ ഈ ഫ്രോഗ് എടുക്കണ കണ്ടോ, അതിലടിച്ച വരാലിനെ ഞാൻ കാണിച്ചു തരാം. ദേ ഒരു കുഞ്ഞു വരാലാണ് കേട്ടോ. പിന്നെ നമ്മൾ ടാങ്കിൽ കൊണ്ട് വളർത്താൻ ഉദ്ദേശമുള്ളത് കൊണ്ടാണ് നമ്മൾ റിലീസ് ചെയ്യാത്തത്. ഇത് കണ്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഫ്രോഗിൽ നമ്മൾ ആദ്യമായിട്ട് വരാലടിക്കണത്. ഇതേ കണ്ടാ, അടിപൊളിയായിട്ടുണ്ടല്ലേ. ഇത് എന്താ, ഇത് വിയറ്റ്നാം വരാലാണെന്ന് തോന്നുന്നുണ്ട്. ഇതാ കണ്ടോ, കുഞ്ഞു വരാലാണെങ്കിൽ ഈ ഫ്രോഗിൽ കിട്ടിയല്ലോ, അതാണ്. ഈ ഫ്രോഗിന്റെ പേരെന്താ എനിക്ക് മറന്നുപോയേ, കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മൾക്ക് എന്തായാലും ഇത്രയും നേരം നിന്നിട്ട് ആദ്യത്തെ വരാലാണ്. ഇന്നലെ നമ്മളൊരു കുഞ്ഞു വരാല് പിടിച്ചിട്ടുണ്ടായിരുന്നു, അത് ടാങ്കിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വരാലാണ്. ഇവനില്ലേ പാടത്ത് പോയി, ഇതേ കണ്ട അവിടെ പോയി. അതുകൊണ്ട് ഞാൻ ഇറങ്ങി എടുക്കണതിന്റെ ഇടയിൽ ചളിയൊക്കെ ഇതാണ്. അതൊന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് എന്തായാലും കവറിലാക്കി ഇടാട്ടോ. അങ്ങനെ നമ്മുടെ ഫിഷിംഗ് ഒക്കെ അവസാനിച്ചു. ഇപ്പൊ സമയം ഒരു 9 മണിയായിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് മഴയൊക്കെ വന്നു. പിന്നെ എൻ്റെ സ്റ്റോറേജ് കുറച്ച് ഫുള്ളായി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരെ വീടൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഒന്നാമത്തത് സ്ട്രൈക്ക് ഒന്നും ഇല്ല, ആകെ ഒരു സ്ട്രൈക്ക് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് എന്തോ പോലെയായി ഗൈസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾക്ക് പിന്നെ ഡോറയാണോ ഫ്രോഗിൻ്റെ പേര്, അതിൽ മീനടിച്ചു. നമ്മൾ മേടിച്ചിട്ടത് എത്ര, ഒരു 8-9 മാസമൊക്കെ ആയി. എന്നിട്ട് ഇപ്പോഴാണ് നമ്മൾക്ക് അതിൽ മീനടിക്കുന്നത്. സോ ഗൈസ്, നമ്മൾ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ പുല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് റിട്രീവ് ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ കുറച്ച് അധികം സ്കില്ലൊക്കെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ കുറച്ച് നല്ല രീതിക്ക് കാസ്റ്റ് ചെയ്യാനൊക്കെ പഠിച്ചു. സ്ട്രൈക്ക് കിട്ടുന്നുണ്ട്. ഹുക്കപ്പ് കൊടുക്കാൻ ഇന്നലെ എന്തോരം സ്ട്രൈക്കായിരുന്നു. പക്ഷെ എനിക്ക് ഹുക്കപ്പ് നേരെ കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇന്ന് ഹുക്കപ്പ് കൊടുക്കാനൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരുന്ന സ്ട്രൈക്ക് പോലും ഇല്ല. ചിലപ്പോൾ കാലാവസ്ഥേൻ്റെ ആയിരിക്കും. കണ്ടോ, ഒരു മഴ വരണ പോലെ. ഇടയിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. സമയം 9 മണിയായി, പക്ഷെ ഇപ്പോഴും ഒരു വെയിലില്ലാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നാത്തത്. എന്തായാലും നല്ല വിശക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾക്ക് വീട്ടിൽ പോയി വല്ലതും കഴിച്ചിട്ട് വേറെ സ്പോട്ടിലേക്ക് വേറെ ഫിഷിങ്ങിന് പോകും. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ബൈ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഹായ് പറയൂ. ഓക്കെ ഗൈസ്, നമുക്ക് വേറെ സ്പോട്ടിൽ പോട്ടോ. ബൈ. ഓക്കെ, ഒരു ഹായ് കാണിച്ചോ. ഒരു ഹായ് കാണിച്ചോ. ഓക്കെ.